മ്യാവുലേക്ക് സ്വാഗതം. കേരളത്തിലെ സിനിമാ ആസ്വാദകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ട്രാഫിക് എന്ന സിനിമയെക്കുറിച്ചാണ്. ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തെയാണ് കുഞ്ചാക്കോ ബോബൻ ചെയ്തത്. ഈ ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് മലയാളി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ട്രാഫിക് എന്ന് പറയുന്ന സിനിമ 2011 ആദ്യം ഇറങ്ങിയ മലയാള സിനിമയാണ്. ട്രാഫിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട നല്ല മലയാള സിനിമകളുടെ വിജയത്തിന് അനുബന്ധമായിട്ട് 2011 വരുമ്പോൾ ട്രാഫിക് എന്ന നല്ലൊരു ചിത്രം വീണ്ടും വിജയത്തിലേക്ക് പോകുന്നതെന്ന് പറയുന്ന നല്ലൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തിന്റെ തിരിച്ചുവരവ്, അതിന്റെ ഒരു തുടക്കം എന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഒരു വെൽ ക്രാഫ്റ്റഡ് സ്ക്രിപ്റ്റ്, അതിന്റെ മേക്കിങ്ങും ഈ പറയുന്ന പോലെ തന്നെ യാതൊരു രീതിയിലും തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാതെ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും സ്വീകാര്യമാകുന്ന രീതിയിലാണ് ഇതിന്റെ ഒപ്പീനിയൻസ്, തിയേറ്റർ റിപ്പോർട്ട്സ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 15 സംവിധായകരെങ്കിലും എന്നോട് നേരിട്ട് ഈ ചിത്രം കണ്ടതിന് ശേഷം കുഴപ്പമില്ല എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഗംഭീരം എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല മലയാള സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി ട്രാഫിക്കിനെ സ്വീകരിക്കുമ്പോൾ ആ നല്ല ചിത്രത്തിന്റെ ഭാഗമാകാൻ സാധിച്ചത് ഒരു വലിയ നേട്ടമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ പുതുവർഷത്തിലെ താങ്കളുടെ ആദ്യ സിനിമയാണ് ട്രാഫിക്. ഒരു വ്യത്യസ്തമായ ട്രാക്കിലൂടെയാണ് ട്രാഫിക് പുരോഗമിക്കുന്നത്. ചിത്രത്തിലെ താങ്കളുടെ കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടായിരിക്കും. ഒരു വലിയ താരനിര തന്നെ ട്രാഫിക്കിലുണ്ട്. ഇപ്പം ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ആസിഫ് അലി, അനൂപ് മേനോൻ, റഹ്മാൻ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. പക്ഷെ എല്ലാ അഭിനേതാക്കൾക്കും അവരവരുടേതായ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇതിന്റെ തിരക്കഥാകൃത്തുകൾക്ക് സാധിച്ചിട്ടുണ്ട്. സഞ്ജയ് ബോബിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് നടത്തിയിരിക്കുന്നത്. എന്റെ ക്യാരക്ടറിന്റെ പേര് ഏബൽ തെരിൻ എന്ന് പറയുന്നൊരു കാർഡിയോളജിസ്റ്റ് ആണ്. ശരിക്കും ഇതൊരു റോഡ് മൂവിയാണ്. ഒരു വളരെയധികം സസ്പെൻസ് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ്, ഒരു പേസിലാണ് ഈ പടം മൂവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ, ഞാൻ കണ്ട സിനിമ ജീവിതത്തിൽ ഇതുവരെ ഒരു പടത്തിന് ഇന്റർവെല്ലിന്റെ സമയത്ത് പോലും ക്ലാപ്സ് കിട്ടുക എന്ന് പറയുന്ന ഒരു അനുഭവം ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അത് വേറെ ഒരു സിനിമയിലും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. ഈ സിനിമയുടെ തുടക്കം മുതൽ അതിന്റെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇന്റർവെല്ലിന് ആൾക്കാർ കൈയടിക്കുന്നു. ക്ലൈമാക്സിന് ആൾക്കാർ ഒരു സസ്പെൻസിന്റെ ത്രില്ലിങ്ങിന്റെ ഒരു മുൾമുനയിൽ ഇരുന്നുകൊണ്ട് തന്നെ ക്ലൈമാക്സിന്റെ സീക്വൻസ് ഒക്കെ വരുമ്പോൾ ആൾക്കാർ വളരെ ത്രില്ലായിട്ടിരിക്കുന്നു. ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് എൻഡ് ക്രെഡിറ്റ്സ് ടൈറ്റിൽ റോൾ ചെയ്യുന്നത് വരെ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് പോകാതെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന വളരെ നല്ലൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി നല്ല സിനിമയെ സ്വീകരിക്കുന്ന, ട്രാഫിക് പോലുള്ള നല്ല സിനിമയെ സ്വീകരിക്കുന്ന നല്ല കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 2010 താങ്കളുടെ സിനിമകളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു. 2011 താങ്കളുടെ പുതിയ പ്രോജക്ട്സ് എന്തെല്ലാമാണ്? ട്രാഫിക്കിന് ശേഷം ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രം റേസ് എന്ന് പറയുന്ന ചിത്രമാണ്. അതിനുശേഷം സീനിയേഴ്സ് എന്ന് പറയുന്നൊരു ഫിലിമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ത്രീ കിങ്സ് എന്ന് പറയുന്ന VK പ്രകാശ്, രാജേഷ് വൈദ്യ, ഗുലുമാൽ ടീം അതേപോലെ തന്നെ വീണ്ടും വരികയാണ് ത്രീ കിങ്സ് എന്ന് പറയുന്ന ചിത്രത്തിലൂടെ. ഇതിൽ ഇന്ദ്രജിത്ത്, ജയസൂര്യ, ഞാൻ, അങ്ങനെ 3 പേരാണ് ഇതിൽ നായകന്മാരായിട്ട് വരുന്നത്. ഒരു ഫൺ ഫീൽഡ് ഫിലിമാണത്. ഒരു ത്രൂ ഔട്ട് ഒരു എന്താ പറയുക, ടോം ആൻഡ് ജെറി കാറ്റഗറിയിൽ കാണാൻ ആ ഒരു മനസ്സോടെ, ഒരു ഫ്രെയിം ഓഫ് മൈൻഡോടെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് ത്രീ കിങ്സ് എന്ന് പറയുന്നത്. റേസ്, സീനിയേഴ്സ്, ത്രീ കിങ്സ്, ഈ 3 ചിത്രങ്ങളാണ് ഈ വർഷം ആദ്യം മുതൽ വരാനിരിക്കുന്ന എൻ്റെ സിനിമകൾ. മലയാളി പ്രേക്ഷകർ തുടക്കത്തിൽ കണ്ട കുഞ്ചാക്കോ ബോബനെയല്ല ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഇരുത്തം വന്ന കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ പക്വതയേറിയ കഥാപാത്രങ്ങളാണ് ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി സെലക്റ്റീവായെന്ന് തോന്നുന്നു. അതിനേക്കാൾ ഉപരി നല്ല സിനിമകളുമായിട്ട് ആൾക്കാർ എന്നെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളൊരു നല്ല പ്രവണതയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ എന്നെ കടാക്ഷിച്ചിരിക്കുന്ന ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം നല്ല പ്രോജക്ട്സുമായിട്ട്, നല്ല ക്യാരക്ടേഴ്സുമായിട്ട്, നല്ല കഥാപാത്രങ്ങളുമായിട്ട് സംവിധായകരും തിരക്കഥാകൃത്തുകളും അതിന് ആ ഒരു ധൈര്യത്തോടെ ആ സിനിമ എടുക്കാനായിട്ടുള്ള നിർമ്മാതാക്കളും വരുന്നതിന് നല്ലൊരു പ്രവണതയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, വ്യത്യസ്തത അർഹിക്കുന്ന സിനിമകളിലൂടെ ലഭിക്കുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അത് ഞാൻ സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ടാവാം ഈ പറയുന്ന പോലെ സിനിമ എന്നെ തിരിച്ചു സ്നേഹിക്കുന്ന ഈ കഥാപാത്രങ്ങളിലൂടെ ആ സ്നേഹം എനിക്ക് തിരിച്ചു തരുന്നു. വളരെ നന്ദി കുഞ്ചാക്കോ ബോബൻ. മ്യാവുൽ അതിഥിയെത്തി ഇത്തരം കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ചതിന്. മ്യാവുൽ ഇനിയൊരു